സംപൂജ്യരായ പ്രിയ ജ്യോതിഷ വിശ്വാസികൾക്ക് നമസ്കാരം. ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. 1200 ആണ്ട് കർക്കിടകം 8-ാം തീയതി വിശേഷമായ കർക്കിടക വാവ്, 2025 ജൂലൈ 24-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുതൽ വാവ് ആരംഭമാകും. നമുക്കറിയാം, വളരെ വിശേഷമായ ഒന്നാണ് കർക്കിടക വാവ് എന്നത്. കർക്കിടക മാസത്തിൽ വളരെ വിശേഷമായി ആചരിക്കുന്നതാണ് കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസം ശ്രീ ഭഗവതിക്ക് പൂജ. മാസം മുഴുവൻ രാമായണ പാരായണവും പുരാണ പാരായണവും കഥാശ്രവണം, നാലമ്പല ദർശനം എന്നിങ്ങനെ തുടങ്ങി കർക്കിടകത്തിൽ കൊയ്തുകൊണ്ടുവരുന്ന നെൽക്കതിരുകൊണ്ട് ഇല്ലം നിറ നടത്തുക, കർക്കിടക മധ്യത്തിൽ ഔഷധസേവ, കർക്കിടകത്തിലെ 30 ചൊവ്വാഴ്ച പത്തില ഉപ്പേരി സേവിക്കൽ എന്നൊരു ചടങ്ങൊക്കെ പണ്ടുണ്ടായിരുന്നു. 30 വെള്ളിയാഴ്ച തവിടിട്ടട ചുട്ടുഭക്ഷിക്കലും ഇങ്ങനെയൊക്കെ പൂർവ്വകാലത്ത് നടന്നിരുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഏറ്റവും വിശേഷമായ ഒരു ദിവസമാണ് കർക്കിടക വാവ് എന്നത്. മധ്യകേരളത്തിന് ഇപ്പുറത്തേക്ക് വളരെ വിശേഷമാണ് കർക്കിടക വാവ് എന്നത്. പിതൃപ്രീതിക്കും സമ്പത്ത്, ആരോഗ്യം, സന്താനപുഷ്ടി ഇവയ്ക്കുമാണ് പിതൃ ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത്. രാവിലെ പുണ്യതീർത്ഥ സ്നാനം, പിതൃബലി സമർപ്പണം, ഒരിക്കലൂണ് ഇവയൊക്കെയാണ് കർക്കിടക വാവ് ദിവസത്തെ പ്രധാനമായ ചടങ്ങുകൾ. കർക്കിടകം, മകരം, കുംഭം, തുലാം എന്നീ അമാവാസികളും പ്രധാനമാണ്. അമാവാസിയുടെ തലേന്ന് വന്നും ഒരിക്കലേ ഉണ്ണാവൂ എന്നൊക്കെയുള്ള ചിട്ടയും നമുക്കറിയാം. മരിച്ച മാസത്തിലെ മരണനക്ഷത്രം അഥവാ തിഥി കൂട്ടുന്നതാണ് ശ്രാദ്ധം എന്നത്. എന്നാൽ ഇതൊന്നും അറിയാത്തവർക്ക് മുഴുവനായി ചെയ്യാൻ പറ്റുന്ന സമഷ്ടിക്രിയയിലൊന്നാണ് ഈ കർക്കിടക വാവ് ബലി എന്നത്. വാവ് കുളിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വിശേഷമാണ്. വെറുതെ കുളിച്ചാൽ തന്നെ, വാവ് ദിവസം പുണ്യതീർത്ഥത്തിൽ കുളിച്ചാൽ തന്നെ അത് നല്ല ഐശ്വര്യമാണ്, പ്രദായകമാണ് എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേവപ്രീതി, ഗുരുപ്രീതി, പിതൃപ്രീതി, ഇത് മൂന്നുമാണ് വിശേഷമായിട്ടുള്ള 3 കാര്യങ്ങൾ. ഇതിൽ ദേവപ്രീതി പൂജകൾ കൊണ്ടും ദേവ ആരാധന കൊണ്ടും ഉണ്ടാകുന്നത്, ഗുരുസേവ കൊണ്ടുണ്ടാകുന്നതാണ് ഗുരുപ്രീതി. പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ ശ്രാദ്ധം അഥവാ ബലി എന്നിങ്ങനെയുള്ള കർമ്മങ്ങളിൽ കൂടി ഉണ്ടാകുന്നതാണ് പിതൃപ്രീതി. അതുണ്ടാകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ബലിയാണ്. അതിൽ കർക്കിടക വാവ് ബലി വളരെ വിശേഷമാണ്. ഇതിൽ ശ്രാദ്ധമാണ് കുറച്ചുകൂടി വിശേഷമായത് എന്ന് പറയാൻ ഈ സമയം ഉപയോഗിക്കണം. കാരണം വിശേഷം എന്തെന്ന് വെച്ചാൽ ശ്രാദ്ധത്തിനാണ്. ഈ ശ്രാദ്ധം ചില കാരണങ്ങളാൽ സ്വീകരിക്കപ്പെടാൻ കഴിയാതെ വരുന്ന സമയത്താണ് കർക്കിടക വാവ് ബലി പ്രധാനമായിട്ട് ആചരിച്ചു വന്നിരുന്നത് എന്ന് പറയണം. ഈ ശ്രാദ്ധം സ്വീകരിക്കാൻ അന്ന് അസ്തമനത്തിൽ ആ നക്ഷത്രമുണ്ടെങ്കിൽ ആ ദിവസമാണ് ശ്രാദ്ധം കൂട്ടേണ്ടത്. ആ ശ്രാദ്ധ ദിവസത്തിന് എന്തെങ്കിലും ഭംഗമുണ്ടായാലാണ് വരുന്ന കർക്കിടക വാവിനോ മറ്റ് വാവുകൾക്കൊക്കെ പ്രധാനമായി കണ്ട് വാവ് കുളിക്കുക അല്ലെങ്കിൽ വാവിന് ബലിയിടുക എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ വന്നിട്ടാണ് കർക്കിടക വാവ് ബലി പ്രാധാന്യമായി മാറിയത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രാദ്ധ ശുദ്ധി തന്നെയാണ് വാവുബലിക്കും വേണ്ടത്. ശ്രാദ്ധക്രിയ തന്നെയാണ് വാവുബലിയുടെ ക്രിയകൾ എന്നുള്ളതുകൊണ്ട് ശ്രാദ്ധമാണ് ചടങ്ങുകളിലെല്ലാം വരിക. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. ശ്രാദ്ധ ദിവസത്തിന് തലേന്നാൾ ഒരിക്കലുണ്ട്. ശരീരം ശുദ്ധമായി. ശ്രാദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. ശാരീരികമായ ശുദ്ധി, ഭക്ഷണശുദ്ധി, മനഃശുദ്ധി, പാത്രശുദ്ധി, ദ്രവ്യശുദ്ധി, പരിസരശുദ്ധി, വ്രതശുദ്ധി, ഇങ്ങനെയുള്ള ശുദ്ധിക്ക് തന്നെയാണ് ശ്രാദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് ബലി ദിവസവും തലേന്ന് ഒരിക്കലൊക്കെ എടുത്ത് എല്ലാ തരത്തിലുള്ള ശുദ്ധി വൃത്തികളോടുകൂടി വേണം പിതൃമോക്ഷത്തിനായിക്കൊണ്ടുള്ള ഈ പിതൃബലി തർപ്പണം ചെയ്യുവാൻ. അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. ശ്രാദ്ധമൂട്ടുന്നവർ തലേന്ന് തന്നെ സ്ഥലത്തുണ്ടാകണം. അടുത്ത ബന്ധുക്കളെ അറിയിക്കണം. മറ്റെങ്ങും പോകാൻ പാടില്ല. മറ്റുള്ളവരെ സ്പർശിക്കാൻ പാടില്ല. അശുദ്ധമായ സ്ഥലത്ത് പോകാനോ അവിടെ ശുദ്ധമായ ഭക്ഷണം കഴിക്കാനോ, പിന്നെ പുറത്തു പോയാൽ കുളിച്ചിട്ടേ അകത്ത് കയറാവൂ. ഇങ്ങനെയുള്ള ശുദ്ധത പാലിക്കും. മുങ്ങിക്കുളിക്കുക ഉത്തമമാണ്. ഉടുത്ത വസ്ത്രങ്ങൾ മുക്കിയിരിക്കും. തലേ ദിവസം കുളിക്കാൻ എണ്ണ തേക്കാം.
രണ്ടു നേരവും കുളിക്കണം. കുളി കഴിഞ്ഞാൽ ഭസ്മലേപനം ആവാം പാടില്ല എന്നിങ്ങനെ രണ്ടും അഭിപ്രായങ്ങൾ കാണാറുണ്ട്. പഴയ വസ്ത്രങ്ങൾ ഉടുക്കരുത്. അലക്കി തേച്ചതാകാം. അശുദ്ധ വസ്ത്രങ്ങൾ സ്പർശിക്കുക, അശുദ്ധമായ സാധനങ്ങളിൽ കുളി കഴിഞ്ഞാൽ സ്പർശിക്കുക ഇവ പാടില്ല. മത്സ്യം, മാംസം, കടച്ചക്ക, ഉഴുന്നുപരിപ്പ്, പപ്പടം, കായം, പെരിഞ്ചീരകം അഥവാ ധാരാളം ഈ മസാല, മുരിങ്ങയ്ക്ക, ഉള്ളി, വെള്ളുള്ളി, ക്യാബേജ്, കൂണ്, പപ്പായ തുടങ്ങിയവ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. കുളിച്ച് ശുദ്ധമായി ഭക്ഷണം പാകം ചെയ്ത് വേണം കഴിക്കാൻ. അടുക്കളയും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം. തലേന്നത്തെ വെള്ളം ഉപയോഗിക്കരുത്. കഴുകിയ പാത്രങ്ങൾ കമത്തി വെച്ച് വേണം ഉപയോഗിക്കാൻ. തലേന്ന് അരച്ചു വെച്ച മാവ് ഉപയോഗിച്ച് പിറ്റേന്ന് ഭക്ഷണം ഉണ്ടാക്കി പോലും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ ശുദ്ധതയുടെ ഭാഗത്ത് കാണാറുണ്ട്. ഒരു നേരമേ ചോറുണ്ണാവൂ. രാത്രി ഭക്ഷണമില്ല. പിട്ട്, ഉപ്പുമാവ്, പഴങ്ങൾ ഇവയൊക്കെ കഴിക്കാം. ചിലർ രാത്രി മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നും കാണാറുണ്ട്. പുകയില, മുറുക്കൽ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം. മറ്റുള്ളവരോട് കോപിക്കേണ്ട അവസ്ഥകളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക. കോപം പാടില്ല. കുടുംബകലഹം, പരദൂഷണം, ഷണ്ഡ ഇവയിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല. ശുദ്ധമായ സ്ഥലത്ത് പായ വിരിച്ചു കിടക്കാം. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പാടില്ല. പൂർണ്ണമായും ബ്രഹ്മചര്യമായിരിക്കണം തലേ ദിവസവും ശ്രാദ്ധ ദിവസം അഥവാ ബലിയിടുന്ന ദിവസവും. ഈ ശ്രാദ്ധ ദിവസം രാവിലെ എഴുന്നേറ്റ് പരിസരമൊക്കെ ശുദ്ധിയാക്കി ബലിയിടാനുള്ള സ്ഥലം ചാണകം മെഴുകി ചാണകവെള്ളം തളിച്ചു ശുദ്ധമാക്കി തലേന്ന് കഴുകി ശുദ്ധമാക്കി കമത്തിവെച്ച പാത്രങ്ങൾ ഉപയോഗിച്ച് അന്ന് കോരിയെടുത്ത വെള്ളം അത് ഒന്നുകൂടി തളിച്ച് ശുദ്ധമാക്കി വേണം ഉപയോഗിക്കാൻ. ശ്രാദ്ധ ദിവസം എണ്ണ തേക്കാതെ മുങ്ങിക്കുളിക്കണം. ശ്രാദ്ധകർമ്മം നടത്തും മുമ്പ് ക്ഷേത്ര ദർശനമോ ചന്ദന ലേപനാദികളോ പാടില്ല. കുളിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ദേഹത്ത് ഈ അഴുക്ക് തെറിക്കുന്ന തരത്തിൽ ഒരു 3-4 പേർ കൂടി കുളിക്കുന്ന സ്ഥലത്ത് പോയി കുളിക്കാൻ പാടില്ല. ശുദ്ധമായ വെള്ളത്തിന് ഒഴുക്കിന് എതിരെ മുങ്ങി കുളിക്കണം എന്നൊക്കെ നിയമങ്ങൾ കാണാറുണ്ട്. സൂര്യൻ ഉദിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് ശ്രാദ്ധം ഊട്ടാവൂ എന്ന് ബ്രാഹ്മണർക്കിടയിൽ ചിട്ടയുണ്ട്. മറ്റുള്ളവർക്ക് സൂര്യോദയത്തിന് മുമ്പ് ശ്രാദ്ധം ചെയ്യരുതെന്നാണ് ചിട്ട. മധ്യാഹ്നത്തിന് മുമ്പ് ശ്രാദ്ധം കഴിഞ്ഞിരിക്കണം എന്ന് നിയമമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. സൂര്യൻ ഉദിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് ശ്രാദ്ധമൂട്ടാവൂ എന്ന് ബ്രാഹ്മണ മുഖമായ കർമ്മങ്ങളിലെല്ലാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട്. മറ്റുള്ളവർക്ക് സൂര്യോദയത്തിന് മുമ്പ് ശ്രാദ്ധം ചെയ്യരുതെന്ന് നിയമമുണ്ട് കേട്ടോ. എന്നാൽ മധ്യാഹ്നത്തിന് മുമ്പ് ശ്രാദ്ധം കഴിഞ്ഞിരിക്കണം എന്നും നിയമമുണ്ട്. ബലി കഴിഞ്ഞിരിക്കണം എന്ന് നിയമമുണ്ട്. ശ്രാദ്ധകർമ്മത്തിനൊരു ആചാര്യൻ വേണം. ആചാര്യമുഖമായി തന്നെ ചെയ്യണം. പുരുഷന്മാർ തെക്കോട്ടും സ്ത്രീകൾ കിഴക്കോട്ടും തിരിഞ്ഞിരുന്ന് വേണം ബലിയിടുവാൻ. പുരുഷന്മാർ എള്ള്, കറുക അഥവാ ദർഭ, ശ്രാദ്ധപുഷ്പങ്ങൾ ആയ ചെറുള എന്നിവ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ എള്ള്, ചീന്തില, തുളസിപ്പൂവ് അഥവാ അക്ഷത ഉപയോഗിച്ച് വേണം ബലികർമ്മങ്ങൾ ചെയ്യും. പുരുഷന്മാരുടെ ശ്രാദ്ധകർമ്മത്തിൽ ബലിയിൽ തേൻ, നെയ്യ്, പാല്, തൈര്, എള്ളെണ്ണ തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും വളരെ ശ്രേഷ്ഠമായി പറയാറുണ്ട്. സാധാരണ വീടിൻ്റെ വടക്കിനിയിലാണ് ശ്രാദ്ധമൂട്ടാറ്. ശ്രാദ്ധ സമയത്ത് പിതൃവിൻ്റെ പ്രതീകമായി ഒരാൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ശ്രാദ്ധ നിയമമുണ്ട്. ഈ ബലിയിൽ അത് നിയമമായി കാണാറില്ല. എന്നാൽ ഈ കർക്കിടകവാവ് ബലിയിൽ ബലി കഴിഞ്ഞ് വന്ന് അന്നം കൊടുക്കൽ ഒരു വിശേഷമായി പറയാറുണ്ട്. പൂർവ്വകാലത്തൊക്കെ ഈ ശ്രാദ്ധമൂട്ടുന്ന ആൾക്ക് ഒരിക്കലാണ് പതിവ്. വ്രതമാണ്. അദ്ദേഹത്തിന് രാത്രി ഭക്ഷണമായി ശ്രാദ്ധഗൃഹത്തിൽ നിന്ന് അട നൽകുന്നതൊരു പതിവായിരുന്നു. ഈ അന്നേ ദിവസം 4 കൂട്ടം വിഭവങ്ങളോടുകൂടി സദ്യ ഉണ്ടാവണം എന്നും അതിൽ മോരൊഴിച്ച കറി, അതായത് പുളിശ്ശേരി, നേന്ത്രക്കായയും ചേനയും കൂടി തേങ്ങ അരച്ചുണ്ടാക്കിയ എലിശ്ശേരി, കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കിയ ഓലൻ, ഇഞ്ചിത്തൈര് എന്നിവ നിർബന്ധമാണ്. തൊലി നീക്കാതെ ഏത്തയ്ക്ക വറുത്ത ഉപ്പേരി, അടപ്രഥമൻ ഇവയും വേണം. കുമ്പളങ്ങ നീളത്തിലേ മുറിക്കാവൂ, വട്ടത്തിൽ മുറിക്കരുത് എന്നും പറയും. പറഞ്ഞ വിഭവങ്ങളൊന്നും ശ്രാദ്ധ ദിവസവും അനുവദനീയമല്ല എന്നും കൂടി പറയുന്നു. പപ്പടം, ഉഴുന്നുപരിപ്പ്, ഉള്ളി, മസാലക്കറികൾ ഇവയൊന്നും പാടില്ല. ശ്രാദ്ധശേഷം കവ്യം, അതായത് ശേഷിച്ച അന്നം കഴിച്ച് മാത്രമേ വസ്ത്രം മാറുകയും ജലപാനവും ആകാവൂ. ശ്രാദ്ധപിണ്ഡം കിഴക്ക് വശത്ത് തെക്കോട്ടു നീക്കി പ്രത്യേകം ചാണകം മെഴുകി വെച്ച സ്ഥലത്ത് കാക്കയ്ക്ക് ബലിയായി സമർപ്പിക്കണം. കാക്ക പിണ്ഡം കൊത്തിയതിനു ശേഷമേ കർമ്മം ചെയ്തവർ കവ്യം ഭുജിക്കാവൂ എന്നും പറയുന്നു. ശേഷം ആചാര്യന് അന്നദാനം, ഗോദാനം നടത്തുക. ആചാര്യന് തൃപ്തിയാകും വിധം ദക്ഷിണ, വസ്ത്രം ഇവ നൽകി
ചിലർ അന്നേ ദിവസം ആചാര്യൻ്റെ വീട്ടിൽ സദ്യ നടത്താനുള്ള വിഭവങ്ങൾ നൽകാറുണ്ട്. അതൊക്കെ പൂർവാചാരങ്ങളിൽപ്പെട്ടതാണ്. അന്നേ ദിവസം ശ്രാദ്ധമൂട്ടിയ വീട്ടിൽ തന്നെ എല്ലാവരും താമസിക്കണം. ശ്രാദ്ധമൂട്ടുന്നവർ ബ്രഹ്മചര്യം പാലിക്കണം, പായിലുറങ്ങാൻ ശ്രദ്ധിക്കണം, വിനോദങ്ങളിൽ ഏർപ്പെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അശുദ്ധമായ ചുറ്റുപാടുകളിൽ പോകരുത്, അശുദ്ധമായ ഭക്ഷണം കഴിക്കരുത്. ശ്രാദ്ധശേഷം ക്ഷേത്ര ദർശനം, നാമജപം, പുരാണപാരായണം ഇവ ഉത്തമമാണ്. ശ്രാദ്ധം ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. പിറന്നാൾ, ഏകാദശി, 30 വെള്ളിയാഴ്ച ഒരു കാരണവശാലും അത്താഴം മുടക്കാത്ത ദിവസങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശ്രാദ്ധവും അനുഷ്ഠിക്കുക എന്നത്. ഒരു പക്ഷേ ശ്രാദ്ധ ദിവസം പുലവരിക, എന്തെങ്കിലും അശുദ്ധി പാലിക്കുക എന്നൊക്കെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് അത് ക്രമപ്പെടുത്തണം. ആർക്കൊക്കെ ബലിയിടാം? വലിയൊരു ചോദ്യമാണ് പലപ്പോഴും. പിതൃവിൻ്റെ മക്കൾ നിർബന്ധമായി ബലിയിടണം. ഇളയ സഹോദരങ്ങൾക്കും ബലിയിടാം. അല്ലെങ്കിൽ പിതൃവിൻ്റെ ഭാര്യയ്ക്ക് ബലിയിടാം. മക്കളുടെ മക്കൾ ശ്രാദ്ധമൂട്ടുന്നത് അല്ലെങ്കിൽ ബലിയിടുന്നത് അതീവ വിശേഷമായി തന്നെ പറയണം. സഹോദരിയുടെ മക്കൾ അതീവ വിശേഷമാണ് ബലിയിടുന്നത്. പെൺകുട്ടികൾ ഈ ബലികർമ്മം ചെയ്യുമ്പോൾ വിധികൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ആചാര്യൻ വേണമെന്ന നിർബന്ധവും ചിലയിടത്ത് പറഞ്ഞു കാണാറുണ്ട്. ഇതൊക്കെയാണ് ബലിയിലും ശ്രാദ്ധത്തിലെയും പാലിക്കേണ്ടുന്നതായ നിയമങ്ങൾ. ഇനി ഇതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് നമുക്ക് നോക്കാം. ദേഹി ദേഹവിയോഗത്തിങ്കൽ പഞ്ചപ്രാണമനോബുദ്ധി ദശനീന്ദ്രിയ സമന്വിതം അപഞ്ചീകൃതബോധോദ്ധം സൂക്ഷ്മാംഗം ഭോഗസാധനം നാനാജന്തുശരീരാണി പര്യേണ പ്രവിശ്യ വാസനാവശകോ ജീവ അമുക്തേ സംസരത്യസൗ എന്ന് വചനമുണ്ടാകിയാൽ ഈ ജീവാധിഷ്ഠിതമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിന് മോക്ഷാവസ്ഥയിൽ മാത്രമേ നാശമുള്ളൂ. അത്ര നാളും ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തോടുകൂടി യഥാ പ്രാരാബ്ധം ശരീരാന്തര പ്രവേശനദ്വാര സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുമത്രേ. ജീവൗ മൃതസ്യ ചരതി സ്വദാഭി എന്ന ശ്രുതിവാക്യം മനസ്സിലാക്കണം. മൃതനായിരിക്കുന്നവൻ്റെ ജീവൻ സ്വധകൾ നിമിത്തമായിട്ട് ചരിക്കുന്നു. എന്നാൽ ദിവ്യശരീരിയായി കവ്യഹവിർഭോക്താവായി നിരതിശ ഐശ്വര്യവാനായി നിഗ്രഹ അനുഗ്രഹ ഹേതുകർത്താവായിട്ട് പ്രേതമെന്നൊരവസ്ഥ കൂടിയുണ്ടെന്ന് നിശ്ചയിക്കുന്നു. ഈ പ്രേതം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഊർധ്വ ദൈഹിക കർമ്മങ്ങളെക്കൊണ്ട് ശരീര ഉൽപ്പത്തി ഉണ്ടാകുന്നു. അത് വേണ്ടും വണ്ണം ചെയ്യാതെ പോയാൽ നിരാശ്രയേന പിശാചത്വം ഭവിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് വൈദിക കർമ്മങ്ങളിൽ പറയപ്പെടുന്നതാണ്. ശേഷക്രിയാതിരഹിത പ്രേതകർമ്മ ബഹിഷ്കൃത പിശാചദേഹമാശ്രിത്യ പിശിതാശിചരത്യസൗ എന്നു വചനമുണ്ടാകിയാൽ പിശാചിത്വം മാറുവാൻ വേണ്ടി പ്രേതസംസ്കാരങ്ങളെ ചെയ്യുന്നിടത്ത് സംസ്കരത്തിങ്കൽ ഉപസ്ഥാനാന്തരം ധനഞ്ജയൻ എന്ന പ്രാണൻ എല്ലായിടത്തും വ്യാപിക്കുന്നു. കർമ്മത്തിന് ആശ്രയഭൂതമായി അദൃശ്യമായിരിക്കുന്ന ദേഹത്തെ ഇച്ഛിക്കുന്നു. അതിൻ്റെ പരിപൂർത്തിക്കായിക്കൊണ്ട് ഏകാദശ പിണ്ഡങ്ങളെ ചെയ്യുന്നു. അതാണ് നമ്മളുടെ 11 പിണ്ഡം എന്ന് പറയുന്നത്. അതിൽ പ്രഥമേഹാനിഹ പിണ്ഡ സ്തേനമൂർധാ പ്രജായതേ ചക്ഷുശ്രോത്ര നാസികാ ച ദ്വിതീയാനി ജായതേ ഭുജൗ വക്ഷസ്തഥാ ജിഹ്വ തൃതീയേന ജായതേ നാഭിസ്ഥാനം ഗുദം ലിംഗം ചതുർദേഹായ ജായതേ ഊരുദ്ധ പഞ്ചമേ ജ്ഞേയൗ ഷഷ്ടേ മർമാണി നിർദ്ദിശിൽ. അങ്ങനെ തുടങ്ങി 12 പിണ്ഡങ്ങൾക്കും ഓരോ അവസ്ഥകളെ പറയുന്നു. അശൗചാന്തേ തതക് സമ്യക് പിണ്ഡദാനം സമാചരേ സീതാനി ന കുർവന്തി കൃതാന്യപി ച ഷോഡശ പിശാചത്വം സ്ഥിരം തസ്യ കൃതൈ ശ്രാദ്ധൈശ്ചരൈതപി ഇത്യാദി വാക്യങ്ങളെ മനസ്സിലാക്കി സ്മൃതിക്ക് തക്കവണ്ണം ഏകാദശ പിണ്ഡങ്ങളെക്കൊണ്ടും പ്രത്യേകം ഉപചിതമായിരിക്കുന്ന ചില അവയവ പരിപൂർണമായി വീര്യവത്തായി ക്ഷുൽപിപാസ അശ്രദ്ധമായിരിക്കുന്ന പ്രേതത്തിനായിക്കൊണ്ട് പിണ്ഡപ്രദാനം ചെയ്യുന്നിടത്ത് അതിനെ ഗ്രഹിക്കുന്ന പ്രേതത്തിന് അനാദിജന്മകൃതമായിരിപ്പോരേനസുണ്ടാകും. പ്രതിബന്ധങ്ങളെ ശമിപ്പാനായിക്കൊണ്ട് അതിൽ ഏകോദിഷ്ടം ദാനവും ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ വശം. പിന്നീട് എങ്ങനെയാണ് ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വന്നാൽ, ഇന്ന് എല്ലാ കടവുകളിലും ബലി കർമ്മങ്ങൾ ചെയ്യുന്നതായി കാണാം.
ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ആചാര്യമുഖമായി അവരുടെ ഗോത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ വർണ്ണത്തിൽ എങ്ങനെയാണോ ആ ശ്രാദ്ധ ബലിക്രിയകൾ ചെയ്യേണ്ടത്, ബ്രാഹ്മണർക്ക് കർക്കിടക മാസ ബലിയില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണോ ആ ക്രിയകൾ ദേശ കുലാചാരം പ്രകാരം എങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതൊരു ആചാര്യൻ മുഖേന ചെയ്യുന്നതാകും ഉത്തമം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വഗൃഹത്തിൽ തന്നെ ചെയ്താൽ മതി, വളരെ ശ്രേഷ്ഠം ഗൃഹത്തിൽ തന്നെ ചെയ്യുന്നതാണ് എന്നും നമുക്ക് പറയാം. തുടർന്ന് നല്ല വിഷയങ്ങളുമായി നമുക്ക് ചർച്ചകളാകാം. നന്ദി, നമസ്കാരം.